സലു കിച്ചൻ വളപുരം ഇന്ന് എനിക്കൊരു മൊമെൻ്റ് തരുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. സാധാരണ എൻ്റെ കാക്കു ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്ന് കാക്കുവിന് വരാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമാണ്. കാക്കുവിന് ഡ്യൂട്ടി ഉണ്ടാവിട്ട് ഇന്ന് ഞാനും എൻ്റെ അനുജത്തിൻ്റെ മോളും കൂടിയാണ് ഇതിന് പോകുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. 2003 കോഴിക്കോട് വെച്ചായിരുന്നു. പിന്നെ 2024-ലും 2025-ലും ഇവിടെയാണ്. ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായി. ഈ 3 വർഷം എനിക്ക് മൊമെൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മലപ്പുറം ജില്ലയിലെ പുലാമന്തോൾ എമറാൾഡ് റിസോർട്ടിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അപ്പോൾ ഞങ്ങളിത് ഇവിടെ എത്താനായപ്പോൾ ഇവിടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ആയിരുന്നു പരിപാടി. അപ്പോൾ ഇവരാണ് ഇതിലെ മെയിൻ ആൾ. വി ക്രിയേഷൻ്റെ താത്തയാണത്. അവരാണ് ഞങ്ങളെ ക്ഷണിച്ചത്. അപ്പോൾ അവർ സ്വീകരിച്ചിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരുപാട് യൂട്യൂബർമാരുണ്ട്, ഞങ്ങൾ അറിയുന്നതും അറിയാത്തവരുമായ പുതിയ ആൾക്കാരൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ബുള്ളറ്റുമാനും എന്നൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്, കാണുന്നതൊക്കെ അവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ഗസ്റ്റുകൾ വേറെ ഉണ്ടായിരുന്നു. ഈ സ്ഥലം വളപുരത്തിനൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ കാണുന്നല്ലാതെ നേരിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനുജത്തിൻ്റെ മോൾക്ക് ചാനലുണ്ട്, അവളെ ചാനൽ. അപ്പോൾ അവളോട് ഒരു പാട്ട് പാടുന്നവർ പറഞ്ഞു, വേറെയും കുട്ടികൾ ഇവിടെ പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവളെ പാടും. അവളെ ശബ്ദം ശരിയല്ലാന്നൊക്കെ അവൾ പറഞ്ഞു. എന്നാലും ഞാൻ നിർബന്ധിച്ച് അവളെ കൊണ്ട് പാടിപ്പിച്ചു. നല്ല പാട്ടോടെ പാടി. രാജകുമാരിക്ക് മന്ത്രികുമാരനോടിഷ്ടമായി കാണുവാൻ പോലും അനുവാദമില്ലെന്നാലും ആരാധനയോടവളിരുന്നു. വേറെയും കുറേ യൂട്യൂബർമാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇങ്ങനെ പരിചയപ്പെടുന്നുണ്ട്. എല്ലാവരെയും ഞാൻ വീഡിയോ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ ഉള്ളു, ലെങ്ത്ത് കൂടി പോകണ്ടെന്ന് കരുതിയിട്ട് കുറച്ചൊക്കെ ഉള്ളു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ മനാഫ്ക ഉണ്ടായിരുന്നു. അർജുൻ്റെയൊക്കെ ലോറീൻ്റെയൊക്കെ ഒരു ഉണ്ടായിരുന്നല്ലോ. ആ മനാഫ്കയാണ് വൈകുന്നേരം നമുക്ക് ഗസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇവിടെ ആരൊക്കെയാണ് ഗസ്റ്റായിട്ട് വരിക എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ ചെന്ന് കണ്ടപ്പോഴാണ് എല്ലാം അറിയുന്നത്. ഇവർ പറയുന്നത് പബ്ലിക് വീഡിയോ ആണ് ചെയ്യൽ. ഇവർ അപ്പോഴേക്കപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അത്രയും വാച്ച് കൊടുക്കുന്ന ആളാന്നൊക്കെ. രണ്ടാമത് ഫുഡ് ഓർഡർ ചെയ്തപ്പോഴാണ് ഒരു ഡ്രോണൊക്കെ ആയിട്ട് വന്നു. ഞാൻ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ ആഡ് ചെയ്തു. എവിടേക്കാണെങ്കിൽ ഞാനും ചേർന്നു അല്ലേ. ആയിക്കോട്ടെ, സെറ്റ് ഒന്നിച്ച് പോകാന്നാണ്. ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയാണ്. ശരിയാണ്, ഇൻസ്റ്റ ഇപ്പൊ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ, 2 മാസമായിട്ടുള്ളൂ. അങ്ങനെ ആദ്യം എല്ലാവരും പരിചയം ഇപ്പൊ കാർഗോലി ഇപ്പോ കാസർഗോഡ് ടു ട്രിവാൻഡ്രം ഡെലിവറി ആണ്. അപ്പോൾ ഇപ്പോൾ നേരെ കാസർഗോഡ് നിന്ന് വരുന്നത് വണ്ടി ആക്കിയതിലുണ്ടായിരുന്നു. അവരുടെ ചെയ്തികളിൽ എന്തൊരു ചേല്, അറിവിൻ നിറകുടമേ സ്നേഹനിലാവ്, അഴകിൽ പൂത്തുലഞ്ഞ പൗർണമിരാവ്. അങ്ങനെ ഉച്ചവരെ ഓരോ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. വരുന്നവരൊക്കെ അപ്പോഴേക്കപ്പോൾ അവരെ പേരൊക്കെ എഴുതി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ കേക്കൊക്കെ സ്പോൺസർ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ സലു കിച്ചൻ വളപുരം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കലൊക്കെയാണ്. ഉച്ചഭക്ഷണത്തിന് സമയമായപ്പോൾ ഒരുവിധം പരിപാടികളൊക്കെ നിർത്തി വെച്ചു. അപ്പോൾ എല്ലാവരും താഴത്തേക്ക് ഇറങ്ങി. താഴത്ത് പുഴൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്നതൊക്കെ തിരക്കിലായിരുന്നു. വെള്ളം
ഭക്ഷണം എടുത്തിട്ടേ അവിടെ പോയി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല തിരക്കായിരുന്നു. എല്ലാവരും സലൂട്ട് കിച്ചൻ വളപ്പുറത്തിന് അടുത്തിരിക്കാനും അവരോട് സംസാരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ തിരക്ക് കൂട്ടുകയായിരുന്നു. അധികം യൂട്യൂബർമാരും ശബ്ദം കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയെങ്കിലും കാണലൊക്കെ ഇങ്ങനെ ഇവിടെ വന്നിട്ടായിരുന്നു. ഞാനിപ്പോൾ ഈ മുനീറ എന്ന് പറയുന്നവരുടെ ശബ്ദം കൊണ്ട് അറിയായിരുന്നു ഇവരെ. പക്ഷെ ഇവരെ ഇപ്പോഴാണ് നേരിട്ട് കാണാൻ കഴിഞ്ഞത് ഇതിൽ വന്നപ്പോഴാണ്. നല്ല കുട്ടികൾ നല്ല ചൂടാണ്. ഞാനെല്ലാവരും വെല്ലിൻ്റെ മുന്നേ കുറച്ച് പറ്റി. എൻ്റെ നാട് പെടുത്തതല്ലേ. പിന്നെ നിൻ്റെ വീട്ടിൽ കുട്ടികളൊന്നുമില്ല. ഇത് പോരുമോ? അപ്പോൾ ഇതാ മനാഫ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മനാഫ്ക്കാനെ ഞാൻ കണ്ടപ്പോഴൊന്നും അറിഞ്ഞിരുന്നില്ല. പിന്നെ അങ്ങനെ എല്ലാവരും ഇവരടുത്ത് ഇങ്ങനെ പോകുന്നു, ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ കാണാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചറിയത് ആരാന്ന് എനിക്ക് പരിചയം ഉണ്ടായിരുന്നില്ല, ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ സലൂട്ട് കിച്ചൻ എനിക്ക് മൊമൻ്റ തന്നു. അതേപോലെ സജിന കിച്ചന് അവർക്കും കൊടുക്കുന്നുണ്ട്. മനാഫ്ക അപ്പോൾ വന്നതിൽ കുറേ പേർക്ക് മനാഫ്ക അങ്ങനെ മൊമൻ്റ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ. എല്ലാവരും എന്നെ വിളിക്കുക, ഞാൻ തിന്നാനും ഉഷാറാണ്, അതിനെപ്പറ്റി നല്ല അഭിപ്രായം പറയാനും ഉഷാറാണ്. അപ്പൊ എന്താ പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഏത് ഒരു സിനിമ നടിയില്ലേ, ഓരോ ആളുകളെ വിളിച്ചിട്ട് ഭക്ഷണത്തിന് ഇരുത്തിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി, അതേമാതിരിയൊക്കെ നിങ്ങളും ചെയ്യും. ഞാൻ വരണ്ട്. വേദിയിലേക്ക് ക്ഷണിക്കണം. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു. രാവിലെ മുതൽ വൈകുന്നേരം വരെയായിരുന്നു. അപ്പോൾ പോണ വൈക്ക് ഞങ്ങൾക്ക് ചായ സ്നേഹമൊക്കെ കിട്ടി. അപ്പോൾ ഇനി മനാഫ്ക്ക് സലൂട്ട് കിച്ചൻ വളപുരം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ വളപുരത്തെ രാജകുമാരിനെ എല്ലാരും നെഞ്ചോട് ചേർക്കുക. നന്ദി, നമസ്കാരം. അതെനിക്ക് അറിയാം, എല്ലാവരും നെഞ്ചോട് ചേർക്കും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ മീറ്റപ്പ് അല്ലാത്തൻ്റെ ഈട് എന്നെ പറ്റൻ്റെ ഈട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, കഴിഞ്ഞ മീറ്റപ്പിനേക്കാളും ഉഷാറായിട്ട് ഈ മീറ്റപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.